യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് ഓക്സിലറി വെർബ് എന്നാണ്. എന്താണ് ഈ ഓക്സിലറി വെർബ്സ്? അത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്സിലറി വെർബ്സിനെ ഹെൽപ്പിംഗ് വെർബ്സ് എന്നും പറയും. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയകൾ എന്നാണ് അർത്ഥം. ഏതൊക്കെയാണ് ഈ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ്? ഈസ്, ആറ്, ആമ്, വാസ്, വേറ്, ഡു, ഡസ്, ഡോണ്ട്, ഡസിൻ്റെ, ഡിഡ്, ഡിഡിൻ്റെ, വാസിൻ്റെ, വേറിൻ്റെ, ഹാവ്, ഹാവിൻ്റെ, ഹാസ്, ഹാസിൻ്റെ, ഹാഡ്, ഹാഡിൻ്റെ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ഹാസ് ഇൻ ബീൻ, ഹാഡ് ഇൻ ബീൻ, ഹാവ് ഇൻ ബീൻ, വില്ല്, വിൽ നോട്ട് അല്ലെ വോണ്ട്, ഷാള്, ഷാൾ നോട്ട് ഓർ ഷാണ്ട്, മസ്റ്റ്, ഷുഡ്, കുഡ്, ഷുഡിൻ്റെ, കുഡിൻ്റെ, മസിൻ്റെ, മേ, മൈറ്റ്, ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈസ് ചോദ്യത്തിൽ വരുമ്പോൾ ആണോ എന്നാണ് അർത്ഥം. ആണോ, ചെയ്യുകയാണോ. ഇപ്പോൾ ഒരു നൗണിൻ്റെ കൂടെയാണെങ്കിൽ ആണോ എന്നും വെർബിൻ്റെ കൂടെയാണെങ്കിൽ ചെയ്യുകയാണോ എന്നും ആണ് ഈസ് ആദ്യം വരുമ്പോൾ ഉണ്ടാവുക. ഈസ് ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്കറിയാം. ഈ ഷീറ്റ് സിംഗുലർ നൗണിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈസ് ഈസ് ഇറ്റ് യുവർ പെൻ, ഇത് നിൻ്റെ പേനയാണോ. ഇനി നമുക്ക് ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് ആ യുവർ മാറ്റിയിട്ട് കുറേ 9 സബ്ജക്ട്സിന് ഉണ്ടാക്കാം. ഈസ് ഇറ്റ് മൈ പെൻ, ഈസ് ഇറ്റ് അവർ പെൻ, ഈസ് ഇറ്റ് ദെയർ പെൻ, ഈസ് ഇറ്റ് ഹിസ് പെൻ, ഈസ് ഇറ്റ് ഹെർ പെൻ, ഈസ് ഇറ്റ് ഇറ്റ്സ് പെൻ, ഈസ് ഇറ്റ് ബൈജൂസ് പെൻ, ഈസ് ഇറ്റ് ഫ്രണ്ട്സ് പെൻ. ഓക്കെ, ആണോ എന്ന് ചോദിക്കാൻ ഇത് ഇനി അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അതിനെന്താണ്? ഈസ് ഇൻ യുവർ പെൻ, ഈസ് ഇൻ, ഈസ് നോട്ട് എന്നാണ്. ഈസ് ഇൻ ഇറ്റ് യുവർ പെൻ, ഇത് നിൻ്റെ പേനയല്ലേ. ഈസ് ഇൻ മൈ പെൻ, ഈസ് ഇൻ അവർ പെൻ, ഈസ് ഇൻ their pen, is in his pen, is in her pen, is in the ബൈജൂസ് പെൻ, is in friends pen. അപ്പോൾ അല്ലേ എന്ന് ചോദിക്കാൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണോ? ഈസ് ഹി ക്രൈയിങ്, അവൻ കരയുകയാണോ? ഈസ് ഷി ക്രൈയിങ്, ഈസ് ഇറ്റ് ക്രൈയിങ്, ഈസ് ബൈജു ക്രൈയിങ്, ഈസ് ഫ്രണ്ട് ക്രൈയിങ്, കരയുകയാണോ? ഇനി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ. ഈസ് ഇൻ ഡി ക്രൈയിങ്, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈസ് ഇൻ ഷീ ക്രൈയിങ്, ഈസ് ഇൻ ഇറ്റ് ക്രൈയിങ്, ഈസ് ഇൻ ബൈജു ക്രൈയിങ്, ഈസ് ഇൻ ഫ്രണ്ട് ക്രൈയിങ്. അപ്പോൾ ആണോ എന്നും അല്ലേ എന്നും ചെയ്യുകയാണോ എന്നും ചെയ്യുകയല്ലേ എന്നും ചോദിക്കാൻ ഈസ്, ഈസിൻ്റെ. ഇനി അതേപോലെ തന്നെ ആറും ആണോ ചെയ്യുകയാണോ എന്നാണ് അർത്ഥം. ആർ യു മിസ്റ്റർ ഹുസൈൻ, നിങ്ങൾ ഹുസൈൻ ആണോ? ആർ യു ഫ്രണ്ട്സ്, നിങ്ങൾ സുഹൃത്തുക്കളാണോ? ആർ വി ഫ്രണ്ട്സ്, ആർ ദേ ഫ്രണ്ട്സ്, ആർ ബോയ്സ് ഫ്രണ്ട്സ്. ഇനി അതേപോലെ തന്നെ അല്ലേ എന്ന് ചോദിക്കാൻ. ആർ ഇൻ ബി കേരളൈറ്റ്സ്, നമ്മൾ കേരളക്കാരല്ലേ. ആർ ഇൻ ദേ കേരളൈറ്റ്സ്, ആർ ഇൻ ഫ്രണ്ട്സ് കേരളൈറ്റ്സ്, ഫ്രണ്ട്സ് കേരളക്കാരല്ലേ. ഇനി ചെയ്യുകയാണോ ചെയ്യുകയല്ലേ എന്ന് ചോദിക്കാൻ. ആർ യു ക്രൈയിങ്, ആർ ദേ ക്രൈയിങ്, ആർ വി ക്രൈയിങ്, ആർ ടീച്ചേഴ്സ് ക്രൈയിങ്, ആർ ഇൻ യു ക്രൈയിങ്, നീ കരയുകയല്ലേ. ആർ ഇൻ വി ക്രൈയിങ്, ആർ ഇൻ ദേ ക്രൈയിങ്, ആർ ഇൻ ചിൽഡ്രൻ ക്രൈയിങ്. ചെയ്യുകയല്ലേ എന്ന് ചോദിക്കാൻ ഈസിൻ്റെ പറയാൻ പാടില്ല അവിടെ. അതേപോലെ തന്നെ ആമ് ചോദ്യത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥവും ആണോ ചെയ്യുകയാണോ എന്നാണ്. ആം ഐ യുവർ ഹസ്ബൻഡ്, ഞാൻ നിൻ്റെ ഹസ്ബൻഡ് അല്ലേ. ആം ഐ യുവർ ഫ്രണ്ട്, ഞാൻ നിൻ്റെ ഫ്രണ്ട് അല്ലേ. ആം ഐ യുവർ കൊളീഗ്, ഞാൻ നിൻ്റെ കൊളീഗ് അല്ലേ. കൊളീഗ് ആണോ, അല്ലേ എന്നല്ല കേട്ടോ, ആണോ. ആം ഐ യുവർ ഹസ്ബൻഡ്, ഞാൻ നിൻ്റെ ഹസ്ബൻഡ് ആണോ. ആം ഐ യുവർ ഫ്രണ്ട്, ഞാൻ നിൻ്റെ ഫ്രണ്ടാണോ. ആം ഐ യുവർ കൊളീഗ്, ഞാൻ നിൻ്റെ കൊളീഗാണോ. ഇനി ആം ഐ വാക്കിംഗ്, ഞാൻ നടക്കുകയാണോ. ആം ഐ സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയാണോ. ആം ഐ ഡ്രൈവിംഗ്, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണോ. ഐയുടെ കൂടെ ആമ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈസ് ചോദ്യത്തിൽ വരുമ്പോൾ പിന്നെ അതല്ലേ ഒന്നുകൂടി പറഞ്ഞിട്ട് ആമിൻ്റെ എന്നതിൻ്റെ ആമിൻ്റെ യുവർ ഹസ്ബൻഡ്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് അല്ലേ. അത് ആറിൻ്റെ യുവർ ഹസ്ബൻഡ് എന്നും പറയാം. ആറിൻ്റെ വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആമിൻ്റെ വർക്കിംഗ് എന്നും പറയാം. ആറിൻ്റെ ഒരേ അർത്ഥമാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈസ്, ആമ്, ആറ്, ആണ്, ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അത് ചോദ്യത്തിൽ വരുമ്പോൾ ആണോ ചെയ്യുകയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് വരുമ്പോൾ ഹീ, ഷീ, ഇറ്റ് സിംഗുലർ നൗണും, ആമ് വരുമ്പോൾ ഐയും,
ആറ് വരുമ്പോൾ യു വി ദേ പ്ലൂറൽ എന്ന രീതിയിലാണ് ആണോ ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അല്ലേ ചെയ്യുകയല്ലേ, ആമിൻ്റെ, ആറിൻ്റെ, ഈസിൻ്റെ. ഇനി അതേപോലെ വാസ്. വാസ് വേറെ, രണ്ടിൻ്റെ അർത്ഥം നമുക്കറിയാം, ആയിരുന്നു എന്നാണ്. ചെയ്യുകയായിരുന്നു എന്നും ആയിരുന്നു എന്നുമാണ് അതിൻ്റെ അർത്ഥം. വാസ് ഉപയോഗിക്കുന്നത് ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ നൗണിൻ്റെ കൂടെയാണ്. വേറെ യൂസ് ചെയ്യുന്നത് ഐ, യു, വി, ദേ പ്ലൂറലിൻ്റെ കൂടെയാണ്. ഐയുടെ കൂടെ വാസും വേറെ യൂസ് ചെയ്യും. അപ്പോൾ വാസ് വേറെ ചോദ്യത്തിൽ വരുമ്പോൾ ആയിരുന്നോ ചെയ്യുകയായിരുന്നോ എന്നാണ്. ഉദാഹരണത്തിന് വാസ് ഈ സിക്ക്, അവൻ രോഗിയായിരുന്നോ. വാസ് ഐ സിക്ക്, വാസ് ഈ സിക്ക്, വാസ് ഷീ സിക്ക്, വാസ് ഇറ്റ് സിക്ക്, വാസ് ഫ്രണ്ട് സിക്ക്, അല്ലെ വാസ് അർജുൻ സിക്ക്, ആയിരുന്നോ എന്നാണ്. ഇനി ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കാനോ, വാസ് ഈ മൂവിങ്, അവൻ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ. വാസ് ഷീ മൂവിങ്, വാസ് ഇറ്റ് മൂവിങ്, വാസ് ഫ്രണ്ട് മൂവിങ്, വാസ് അർജുൻ മൂവിങ്. ഇനി അതേപോലെ തന്നെ വാസിൻ്റെ, വാസിൻ ഷീ സിക്ക്, അവൾ രോഗിയായിരുന്നില്ലേ. വാസിൻ്റെ സിക്ക്, വാസിൻ്റെ ഇറ്റ് സിക്ക്, വാസിൻ ഫ്രണ്ട് സിക്ക്, വാസിൻ്റെ അർജുൻ സിക്ക്. ഇനി അത് തന്നെ ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ, വാസിൻ്റെ കോളിംഗ്, അവൻ വിളിക്കല്ലായിരുന്നു. വാസിൻ ഷീ കോളിംഗ്, വാസിൻ്റെ ഇറ്റ് കോളിംഗ്, വാസിൻ്റെ ബൈജു കോളിംഗ്, വാസിൻ ഫ്രണ്ട് കോളിംഗ്. ഇനി വേറെ ചോദ്യത്തിൽ വരുമ്പോൾ വേറെ ആയിരുന്നോ എന്ന് തന്നെയാണ്, ചെയ്യുകയായിരുന്നോ എന്ന് തന്നെയാണ്. പക്ഷേ യു വി ദേ പ്ലൂറലിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടത്. വേർ യു സിക്ക്, നിനക്ക് രോഗമായിരുന്നോ. വേർ വി സിക്ക്, വേർ ദേ സിക്ക്, വേർ ടീച്ചർ സിക്ക്. WHERE അല്ല, WERE, അത് മനസ്സിലാക്കണം. വേർ ദേ ട്രാവലിംഗ്, അവർ യാത്ര ചെയ്യായിരുന്നു. വേർ യു ട്രാവലിംഗ്, നീ യാത്ര ചെയ്യായിരുന്നോ. വേർ വി ട്രാവലിംഗ്, നമ്മൾ യാത്ര ചെയ്യായിരുന്നോ. വേർ ഫ്രണ്ട്സ് ട്രാവലിംഗ്, ഫ്രണ്ട്സ് ട്രാവൽ ചെയ്യായിരുന്നോ. ഇനി ആയിരുന്നില്ലേ, ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേറിൻ്റെ. വേറിൻ്റെ വി ട്രാവലിംഗ്, നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നില്ലേ. വേർ ഇൻ ദേ ട്രാവലിംഗ്, വേർ ഇൻ ബോയ്സ് ട്രാവലിംഗ്, വേർ ഇൻ ടീച്ചേഴ്സ് ട്രാവലിംഗ്. സി വേറിൻ്റെ നമ്മൾ നൗണിൻ്റെ കൂടെ വേർ ഇൻ വി സിക്ക്, വേർ ഇൻ ദേ സിക്ക്, വേർ ഇൻ ടീച്ചേഴ്സ് സിക്ക്, വേർ ഇൻ ടു സിക്സ്. അപ്പോൾ ആയിരുന്നോ, ആയിരുന്നില്ലേ, ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേറെ. വാസ് വേറെ, വാസിൻ്റെ വേറിൻ്റെ ഉത്തരത്തിൽ ചോദ്യത്തിൽ വരുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഡു ചോദ്യത്തിൽ വരുമ്പോൾ, ഡു ചെയ്യാറുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഡൂവിൻ്റെ കൂടെ ഐ യു വി ദേ പ്ലൂറിൽ മാത്രമേ ചേർക്കാവൂ. ഇപ്പോൾ ഡു യു ഗോ, നീ പോകുന്നുണ്ടോ, നീ പോകാറുണ്ടോ. ഡു ഐ ഗോ, ഡു വി ഗോ, ഡു ദേ ഗോ, ഡു ടീച്ചേഴ്സ് ഗോ, ഡു ദേ ഗോ. ഡു ഐ ഗോ, ഡു യു ഗോ, ഡു വി ഗോ, ഡു ദേ ഗോ, ഡു ടീച്ചേഴ്സ് ഗോ. സി ഇനി അതേപോലെ തന്നെ ഡോണ്ട് ചോദ്യത്തിൽ വരുമ്പോൾ ചെയ്യുന്നില്ലേ, ചെയ്യാറില്ലേ. ഡോണ്ട് യു ഗോ, ഡോണ്ട് ഐ ഗോ, ഡോണ്ട് വി ഗോ, ഡോണ്ട് ദേ ഗോ, ഡോണ്ട് ടീച്ചേഴ്സ് ഗോ. ഇനി ഇത് തന്നെ ഡസ് ചോദ്യത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഹീ, ഷീറ്റ് സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് ചേർക്കുക. ചെയ്യുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഡസ് ഷീ അപ്പിയർ എക്സാം, അവൾ പരീക്ഷ എഴുതുന്നുണ്ടോ, അല്ലെ അവൾ പരീക്ഷ എഴുതാറുണ്ടോ. ഡസ് ഹി അപ്പിയർ എക്സാം, ഡസ് ഇറ്റ് അപ്പിയർ എക്സാം, ഡസ് ഫ്രണ്ട് അപ്പിയർ എക്സാം, ഡസ് ചന്ദ്രൻ അപ്പിയർ എക്സാം. ഇനി നമ്മൾ ഡസിൻ്റെ ചെയ്യുന്നില്ലേ. ഡസിൻ പ്രൈം മിനിസ്റ്റർ കം, പ്രൈം മിനിസ്റ്റർ വരുന്നില്ലേ, പ്രൈം മിനിസ്റ്റർ വരാറില്ലേ. ഡസിൻ ഹീ കം, ഡസിൻ ഷീ കം, ഡസിൻ ഡിറ്റ് കം, ഡസിൻ്റെ അർജുൻ കം, അർജുൻ വരുന്നില്ലേ, അർജുൻ വരാറില്ലേ. അപ്പോൾ ഡു, ഡോണ്ട്, ഡസിൻ്റെ നമ്മൾ പഠിച്ചു. ഇനി ഡിഡ് ചോദ്യത്തിൽ വരുമ്പോൾ ചെയ്ത് കഴിഞ്ഞോ, ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ്. ഡിഡ് ദേ കോൾ, അവർ വിളിച്ചോ, അവർ വിളിക്കാറുണ്ടായിരുന്നോ. ഡിഡ് ഐ കോൾ, ഡിഡ് യു കോൾ, ഡിഡ് വി കോൾ, ഡിഡ് ദേ കോൾ, ഡിഡ് ടീച്ചേഴ്സ് കോൾ, ഡിഡ് ഹി കോൾ, ഡിഡ് ഷീ കോൾ, ഡിഡ് ഇറ്റ് കോൾ, ഡിഡ് ബൈജു കോൾ, ഡിഡ് ഫ്രണ്ട് കോൾ. ഇനി ഡിഡിൻ്റെ ചോദ്യത്തിൽ വന്നാൽ ചെയ്തില്ലേ, ചെയ്യാറുണ്ടായിരുന്നില്ലേ എന്നാണ്. ഡിഡിൻ ദേ കോൾ, അവർ വിളിച്ചില്ലേ, അവർ വിളിക്കാറുണ്ടായിരുന്നില്ലേ. ഡിഡിൻ ഐ കോൾ, ഡിഡിൻ വി കോൾ, ഡിഡിൻ യു കോൾ, ഡിഡിൻ ദേ കോൾ, ഡിഡിൻ ടീച്ചേഴ്സ് കോൾ, ഡിഡിൻ ഡി കോൾ, ഡിഡിൻ ഷീ കോൾ, ഡിഡിൻ ഡിറ്റ് കോൾ, ഡിഡിൻ ടീച്ചർ കോൾ, ഡിഡിൻ ബൈജു കോൾ. ബൈജു വിളിച്ചിട്ടില്ലേ, ബൈജു വിളിക്കാറുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഡിഡും ഡിഡിൻ്റും നമുക്ക് മനസ്സിലായി.
ഇനി അടുത്തത് ഹാവ്. ഹാവ് ചോദ്യത്തിൽ വരുമ്പോൾ ഹാവ് യു സീൻ താജ്മഹൽ? നമുക്കറിയാം യു ഹാവ് സീൻ താജ്മഹൽ എന്ന് പറഞ്ഞാൽ താജ്മഹൽ കണ്ടിട്ടുണ്ട്. നീ താജ്മഹൽ കണ്ടിട്ടില്ലേ? ഹാവ് യു സീൻ താജ്മഹൽ? നീ താജ്മഹൽ കണ്ടിട്ടില്ലേ? ഹാവ് ഐ സീൻ താജ്മഹൽ? ഹാവ് യു സീൻ താജ്മഹൽ? ഹാവ് യു സീൻ താജ്മഹൽ? ഹാവ് ദേ സീൻ താജ്മഹൽ? ഹാവ് ഫ്രണ്ട്സ് സീൻ താജ്മഹൽ? ഓക്കെ. ഇനി ഹാവ് യു എ കാർ? ഹാവ് വരുമ്പോൾ ഉണ്ടോ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹാവ് യു എ കാർ? നിനക്ക് കാർ ഉണ്ടോ? ഹാവ് ഐ എ കാർ? ഹാവ് വി കാർ? ഹാവ് ദേ കാർ? ഹാവ് ടീച്ചേഴ്സ് കാർ? സി അതേപോലെ തന്നെ ഹാസ്. ഹാസ് പക്ഷേ ഈ ഷീറ്റ് സിംഗുലർ നൗണിൻ്റെ കൂടെയാണ്. ഹാസ് ഷീ സ്പോക്കൺ? ഹാസ് ഹി സ്പോക്കൺ? അവൻ സംസാരിച്ചില്ലേ? ഹാസ് ഷീ സ്പോക്കൺ? ഹാസ് ഇറ്റ് സ്പോക്കൺ? ഹാസ് ബൈജു സ്പോക്കൺ? ഹാസ് ഫ്രണ്ട് സ്പോക്കൺ? ഇനി അവൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് ഷീ എ ഹോം? ഹാസ് ഹി എ ഹോം? ഹാസ് ഇറ്റ് എ ഹോം? ഹാസ് ഫ്രണ്ട് എ ഹോം? ഹാസ് ബൈജു എ ഹോം? അപ്പോൾ ഹാസ് മനസ്സിലായി. ഇനി ഹാവിൻറ്റ്. ഹാവിൻറ്റ് കം? അവർ വന്നില്ലേ? ഹാവിൻറ്റ് യു കം? ഹാവിൻറ്റ് വി കം? ഹാവിൻറ്റ് വി ദേ കം? ഹാവിൻറ്റ് ടീച്ചേഴ്സ് കം? ഹാവിൻറ്റ് ഐ കം? ഇനി കാറില്ലേ? രണ്ടർത്ഥമുണ്ട്. പൂർത്തിയാക്കിയില്ലേന്നും ഉണ്ടേന്നും ഇല്ലേന്നും ഉണ്ട്. ഹാവിൻറ്റ് എ കാർ? നിനക്ക് കാറില്ലേ? ഹാവിൻറ്റ് എ കാർ? ഹാവിൻറ്റ് ബി എ കാർ? ഹാവിൻറ്റ് ദേ കാർ? ഹാവിൻറ്റ് ടീച്ചേഴ്സ് എ കാർ? ഇനി അതേപോലെ ഹാസിൻറ്റ് ഷീ ഫോർഗോട്ടൻ? അവൾ മറന്നിട്ടില്ലേ? ഹാസിൻറ്റ് ഈ ഫോർഗോട്ടൻ? ഹാസിൻറ്റ് ഇറ്റ് ഫോർഗോട്ടൻ? ഹാസിൻറ്റ് ധന്യ ഫോർഗോട്ടൻ? ഹാസിൻറ്റ് ടീച്ചർ ഫോർഗോട്ടൻ? ഇനി ഹാസിൻറ്റ് ഹി എ പ്രോബ്ലം? അവനൊരു പ്രശ്നമല്ലേ? ഹാസിൻറ്റ് ഷീ എ പ്രോബ്ലം? ഹാസിൻറ്റ് ഇറ്റ് എ പ്രോബ്ലം? ഹാസിൻറ്റ് ബൈജു എ പ്രോബ്ലം? ഹാസിൻറ്റ് ഫ്രണ്ട് എ പ്രോബ്ലം? അപ്പോൾ ഹാസും ഹാസിൻറ്റും ഹാവും ഹാവിൻറ്റും ചോദ്യത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി ഹാഡ് ചോദ്യത്തിൽ വരുമ്പോൾ ഹാഡ് കഴിച്ചു എന്നർത്ഥമുണ്ട്. ഹാഡ് യുവർ ലഞ്ച്? നീ ഊണ് കഴിച്ചോ? ഹാഡ് ഐ ലഞ്ച്? ഹാഡ് മൈ ലഞ്ച്? ഹാഡ് ദെയർ ലഞ്ച്? ഹാഡ് ടീച്ചേഴ്സ് ലഞ്ച്? ഇനി ഹാഡ് യു ഗോൺ? നീ പോയിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഐ ഗോൺ? ഹാഡ് വി ഗോൺ? ഹാഡ് ദേ ഗോൺ? ഹാഡ് ടീച്ചേഴ്സ് ഗോൺ? ഹാഡ് വി ഗോൺ? ഹാഡ് ഷീ ഗോൺ? ഹാഡ് ഇറ്റ് ഗോൺ? ഹാഡ് ടീച്ചർ ഗോൺ? ഹാഡ് ബൈജു ഗോൺ? ഇനി ഹാഡിൻ്റെ മുമ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡ് ഇൻ യുവർ ലഞ്ച്? നീ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹാഡ് ഇൻ ഹർ ലഞ്ച്? ഹാഡ് ഇൻ ഹിസ് ലഞ്ച്? ഹാഡ് ഇൻ അവർ ലഞ്ച്? ഹാഡ് ഇൻ ദെയർ ലഞ്ച്? പിന്നെ അതേപോലെ മുമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഹാഡ് ഇൻ യു ഫോർഗോട്ടൻ? നീ മറന്നിട്ടുണ്ടായിരുന്നില്ലേ? ഹാഡ് ഇൻ ഐ ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ബി ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ദേ ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ടീച്ചേഴ്സ് ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ഡി ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ഷീ ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ഡിറ്റ് ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ഫ്രണ്ട് ഫോർഗോട്ടൻ? ഹാഡ് ഇൻ ധന്യ ഫോർഗോട്ടൻ? ഹാഡിൻ്റെ പഠിച്ചു. ഇനി വില്ല് ചോദ്യത്തിൽ വരുമ്പോൾ ഭാവിയിൽ ചെയ്യുമോ എന്നുള്ളതാണ്. വിൽ യു പാസ്? നീ പാസ്സാകുമോ? വിൽ ഐ പാസ്? വിൽ യു പാസ്? വിൽ വി പാസ്? വിൽ ദേ പാസ്? വിൽ ഹി പാസ്? വിൽ ഷി പാസ്? വിൽ ടീച്ചേഴ്സ് പാസ്? വിൽ ഇറ്റ് പാസ്? വിൽ ബൈജു പാസ്? ഇനി വോണ്ട് എന്നുള്ളത് വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. ഭാവിയിൽ ചെയ്യില്ലേ? വോണ്ട് യു പാസ്? നീ പാസ്സാവൂലേ? വോണ്ട് ഐ പാസ്? വോണ്ട് വി പാസ്? വോണ്ട് ദേ പാസ്? വോണ്ട് ടീച്ചേഴ്സ് പാസ്? വോണ്ട് ഈ പാസ്? വോണ്ട് ഷി പാസ്? വോണ്ട് ഇറ്റ് പാസ്? വോണ്ട് ടീച്ചർ പാസ്? വോണ്ട് ബൈജു പാസ്? ഇനി ഷാള് ചെയ്തോട്ടെ എന്നാണ് അർത്ഥം. ഷാൾ ഐ ഗോ? ഞാൻ പോയിക്കോട്ടെ. ഷാൾ ഐ സേ? ഞാൻ പറഞ്ഞോട്ടെ. ഷാൾ വി മൂവ്? ഞങ്ങൾ പോയിക്കോട്ടെ. ഷാൾ ദേ ഗോ? അവർ പോയിക്കോട്ടെ. അനുവാദം ചോദിക്കുകയാണ്. ഷാണ്ട് പോകാതിരുന്നോട്ടെ. ഷാണ്ട് ഐ സേ? ഞാൻ പറയാതിരുന്നോട്ടെ. ഷാണ്ട് ഐ ഗോ? ഞാൻ പോകാതിരുന്നോട്ടെ. ഷാണ്ട് ഐ റൈറ്റ്? ഞാൻ എഴുതാതിരുന്നോട്ടെ. ക്യാനും അനുവാദം ചോദിക്കുകയാണ്. ക്യാൻ ഐ ഗോ? ഞാൻ പോട്ടെ. ക്യാൻ ഐ സേ? ഞാൻ പറയട്ടെ. ക്യാൻ യു ഡു? ക്യാന് കഴിയുമോ എന്നും അർത്ഥമുണ്ട്. ക്യാൻ യു ഡു? നിനക്ക് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ ഡു? എനിക്ക് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ബി ഡു? നമുക്ക് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ദേ ഡു? ക്യാൻ ടീച്ചേഴ്സ് ഡു? ക്യാൻ ഹി ഡു? ക്യാൻ ഷീ ഡു? ക്യാൻ ഇറ്റ് ഡു? ക്യാൻ ടീച്ചർ ഡു? ക്യാൻ ബൈജു ഡു? കഴിയുമോ എന്നും ചെയ്യാൻ കഴിയുമോ എന്നും ചെയ്തോട്ടെ എന്നും ക്യാനിൻ്റെ അർത്ഥമാണ്. മേ ചോദ്യത്തിൽ വരുമ്പോഴും അനുവാദം ചോദിക്കുകയാണ്. മേ ഐ സേ? ഞാൻ പറയട്ടെ. മേ ഐ ഗോ? ഞാൻ പോട്ടെ. മേ ഐ ലീവ്? ഞാൻ പോട്ടെ. ദെൻ കുഡ് വരുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ചെയ്ത് കഴിഞ്ഞോ എന്നർത്ഥമുണ്ട്. കുഡ് ഈ ഡു? അവന് ചെയ്യാൻ കഴിഞ്ഞോ? കുഡ് ഐ ഡു? കുഡ് ഈ ഡു? കുഡ് വി ഡു? കുഡ് ദേ ഡു? കുഡ് ടീച്ചേഴ്സ് ഡു? കുഡ് ഈ ഡു? കുഡ് ഷീ ഡു? കുഡ് ഇറ്റ് ഡു? കുഡ് ടീച്ചർ ഡു? കുഡ് ബൈജു ഡു? ഇനി അതേപോലെ തന്നെ കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയിം? പൊളൈറ്റായിട്ട് ചോദിക്കാൻ കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയിം? എൻ്റെ പേരൊന്ന് പറയോ? അതിന് നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഷുഡ് മസ്റ്റ് ചോദ്യത്തിൽ വരുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അർത്ഥം. ഷുഡ് ഐ ജോയിൻ? ഞാൻ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ? ഷുഡ് ഐ ഗോ? ഞാൻ പോകേണ്ടതുണ്ടോ? ഷുഡ് ഐ സേ? ഞാൻ പറയേണ്ടതുണ്ടോ? ഷുഡ് ഐ സ്റ്റേ? ഞാൻ നിൽക്കേണ്ടതുണ്ടോ? മസ്റ്റ് ഐ ജോയിൻ? ഞാൻ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതുണ്ടോ?
Must you join, must we join, must they join, must he join, must she join, must teachers join, must Baiju join, must it join. ഇനി ഷുഡിൻ്റെ മസ്റ്റിൻ്റെ ചെയ്യേണ്ടതില്ലേ? ഷുഡിൻ്റെ ഐ ജോയിൻ, ഞാൻ നിർബന്ധമായും ജോയിൻ ചെയ്യേണ്ടതില്ലേ? ഷുഡിൻ ടു ജോയിൻ, ഷുഡിൻ ബി ജോയിൻ, ഷുഡിൻ ദേ ജോയിൻ, ഷുഡിൻ ടീച്ചേഴ്സ് ജോയിൻ, ഷുഡിൻ ഹി ജോയിൻ, ഷുഡിൻ ഈ ഷീ ജോയിൻ, ഷുഡിൻ ഇറ്റ് ജോയിൻ, ഷുഡിൻ ദ ബൈജു ജോയിൻ, ഷുഡിൻ ദ ഫ്രണ്ട് ജോയിൻ. മസിൻ്റെ വർക്ക് നിർബന്ധമായിട്ടുമില്ല. ഷുഡിൻ്റെയും മസ്റ്റിൻ്റെയും അർത്ഥം ഒന്നാണ്. മസിൻ്റെ വർക്ക് ഞാൻ വർക്ക് ചെയ്യേണ്ടതില്ലേ? മസിൻ യു വർക്ക്, മസിൻ ബി വർക്ക്, മസിൻ ദേ വർക്ക്, മസിൻ ടീച്ചേഴ്സ് വർക്ക്, മസിൻ യു വർക്ക്, മസിൻ ഷീ വർക്ക്, മസിൻ ഇറ്റ് വർക്ക്, മസിൻ ബൈജു വർക്ക്, മസിൻ ദ ടീച്ചർ വർക്ക്. ഇനി വുഡ് പൊളൈറ്റായിട്ട് വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? വുഡ് യു സേ, നീ പറയോ? ബഹുമാനത്തോടു കൂടി അഭിനയത്തോടു കൂടി ചോദിക്കാൻ വുഡ് യൂസ് ചെയ്യാറുണ്ട്. വുഡിൻ യു ബിലീവ്, നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? കുറച്ച് വിനയത്തോടു കൂടി ചോദിക്കാം. വുഡിൻ യു ഗോ, നീ പോകില്ലേ? വുഡിൻ യു സേ, നീ പറയില്ലേ? ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചതാണ്. ഒരു നിശ്ചിത കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിശ്ചിത കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ ഹാവ് ബീൻ യൂസ് ചെയ്യും. ഹാവ് യു ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? 20 വർഷമായിട്ട് നീ പിന്നെ UAE താമസിച്ചുകൊണ്ടിരിക്കുകയാണോ? ഹാവ് ഐ ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? ഹാവ് യു ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? ഹാവ് ദേ ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? ഹാവ് ഫ്രണ്ട്സ് ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? ഹാവ് ടീച്ചേഴ്സ് ബീൻ ലിവിങ് ഇൻ UAE ഫോർ 20 years? ഇനി ഹാസ് ഷീ ബീൻ വർക്കിംഗ് ദർ സിൻസ് 2015? 2015 മുതൽ അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഹി ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015? ഹാസ് ഇറ്റ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015? ഹാസ് എ ഫ്രണ്ട് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015? ഹാസ് ബൈജു ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015? ഇനി ഹാഡ് ബീൻ, മുമ്പ് ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന് പറയാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഡ് യു ബീൻ വർക്കിംഗ് ദെയർ ഫോർ 10 years ബിഫോർ 2020? 2020 മുമ്പ് 10 വർഷമായി നീ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹാഡ് ബീൻ. ഹാഡിൻ ഹി ബീൻ യൂസിങ് ഡ്രഗ്സ് സിൻസ് 2019 ബിഫോർ ഹി ഡൈഡ് ഇൻ 2020? 2020 അവൻ മരിക്കുന്നതിന് മുമ്പ് 2019 മുതൽ അവന് ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹാവിൻ ഐ ബീൻ അഡ്വൈസിങ് യു സിൻസ് യുവർ ചൈൽഡ്ഹുഡ്? ഞാൻ കുട്ടിക്കാലം മുതൽ ഞാൻ തന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഹാസ് ഇൻ യു ബീൻ അഡ്വൈസിങ്? ഹാസ് ഇൻ ഷീ ബീൻ അഡ്വൈസിങ്? ഹാസ് ഇൻ ഇറ്റ് ബീൻ അഡ്വൈസിങ്? ഹാവ് ഇൻ വി ബീൻ അഡ്വൈസിങ്? ഹാവ് ഇൻ ദേ ബീൻ അഡ്വൈസിങ്? ഹാവ് ഇൻ പാരൻസ് ബീൻ അഡ്വൈസിങ്? ഹാസ് ഇൻ ഡി ബീൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻസ്. ഡു യു ലൈക്ക് റെഡ് ഓർ ബ്ലൂ? നിനക്ക് ചുവപ്പാണോ നീലയാണോ ഇഷ്ടം? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ആർ ജോയിനിങ് ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് ബാച്ച്? നീ മോർണിംഗ് ബാച്ചിലാണോ ഈവനിങ് ബാച്ചിലാണോ ജോയിൻ ചെയ്യുന്നത്? കുഡ് യു കം ടുഡേ ഓർ ടുമോറോ? നിനക്ക് ഇന്നാണോ നാളെയാണോ വരാൻ കഴിയുക? അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള രീതിയിൽ ചോദ്യം ചോദിക്കുന്നതിനാണ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് പ്രാക്ടീസസ്. ഇതും നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക.